സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ ലിയേശ്ശേരി. ഇന്ന് നമ്മൾ ചെറുതായി ഒന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് പാലസ്തീന എന്നൊരു രാജ്യത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക്, ഒരു കൺസെപ്റ്റിന് ഇന്ന് പ്രസക്തിയുണ്ടോ? അങ്ങനെ ആ ഒരു ചിന്ത ഒരു കാലത്ത് പ്രോമിനൻ്റ് ആയിരുന്ന ഒരു ചിന്ത, ഇന്ത്യ പോലും ടു നേഷൻ തിയറി എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ലാതെ ഈ പാലസ്തീന പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നൊരു പക്ഷേ പാലസ്തീൻ എന്നൊരു ഡിസ്കഷൻ പോലും വരാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വാസ്തവത്തിൽ ആരാണ്? അത് ഇസ്രായേലാണോ അങ്ങനെ ചെയ്തത്? അല്ല അറബ് രാജ്യങ്ങളാണോ അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ അത് ഇറാനാണോ അങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ചെറിയ അനാലിസിസ് ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1948 UN അറബികൾക്കും ജൂതന്മാർക്കുമായി പാലസ്തീന പ്രദേശം വിഭജിച്ചു കൊടുക്കുമ്പോൾ അറബികൾക്ക് കൃത്യമായ ഒരു ഭാഗം വിഭജിച്ച് ലഭിക്കപ്പെട്ടിരുന്നു. അന്ന് ആ ഭാഗം സ്വീകരിക്കാതിരുന്നതിൻ്റെ ഉത്തരവാദികൾ അറബ് നേഷൻസ് ആണ്. ഈജിപ്തും ലബനോണും ജോർദാനും സിറിയയും ചേർന്ന് ആ ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കാതിരിക്കുകയും ഇസ്രായേൽ മുഴുവനായും, പാലസ്തീന പ്രദേശം മുഴുവനായും അറബികൾക്ക് വേണം എന്നുള്ള ചിന്തയിൽ അവർ ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു. നിരവധിയായ യുദ്ധങ്ങളിലൂടെ തങ്ങളുടെ സ്വപ്നം പ്രാവർത്തികമാവുകയില്ല എന്ന് മനസ്സിലാക്കിയ അറബ് രാജ്യങ്ങൾ ആ സ്വപ്നം ഉപേക്ഷിച്ച് പാലസ്തീന എന്ന് പറയുന്ന ഒരു പ്രദേശം അറബികൾക്കായി ലഭിച്ചാൽ മതി എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നു. അതിനിടയിലൂടെ യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLO എന്ന് പറയുന്ന സംഗതി പാലസ്തീനയ്ക്ക് വേണ്ടി സ്ട്രഗിൾ തുടങ്ങുന്നു, യുദ്ധം തുടങ്ങുന്നു. അവരുടെ ലക്ഷ്യവും പാലസ്തീനയാണ്. അല്ലാതെ ആ പാലസ്തീൻ പ്രദേശം മുഴുവൻ, ഇസ്രായേലിന് ലഭിച്ച പ്രദേശം അടക്കം തങ്ങൾക്ക് ലഭിക്കണം എന്ന ഒരു വാദം PLO ഒരു കാലത്തും ഉന്നയിച്ചിട്ടില്ല. അവിടെ അറബികൾക്കായി വീതം വെച്ച് കിട്ടിയ പ്രദേശം അത് പാലസ്തീന എന്നൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം. അപ്പം ആ അവകാശവാദത്തിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിൻബലം കിട്ടുകയും അത് ഒരുപക്ഷെ പ്രാവർത്തികമാകാൻ നല്ല സാധ്യതയും ഉണ്ടാവുമായിരുന്ന ഒരു അവസ്ഥയിലാണ് ഇറാൻ എന്ന് പറയുന്ന ഈ മത റജീം, ഇറാനിലെ ഈ റജീം, ഷാ ഗവൺമെന്റിനെ മറിച്ചിട്ട് ഇറാനിലെ മത റജീം വരുന്നത്. ഈ മത റജീം വന്ന ദിവസം തന്നെ അവർ പ്രഖ്യാപിച്ചത് അവരുടെ ലോകത്തിലെ ശത്രുക്കൾ ഇറാനും അമേരിക്കയും ജൂതന്മാരുമാണ്. ജൂതന്മാരെ അവർ ഒരു കാരണവശാലും അവിടെ വെച്ച് പൊറുപ്പിക്കുകയില്ല. അതിന്റെ അടിസ്ഥാന കാരണമായി അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വിശുദ്ധമായ ജെറൂസലേമും വെസ്റ്റ് ബാങ്കും ജൂതന്മാർ കൈയടക്കി വെച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വിശുദ്ധമായ സ്ഥലമാണ്, അത് അറബികളുടേതാണ്. അതുകൊണ്ട് അത് കൈയടക്കി വെച്ചിരിക്കുന്ന ജൂതന്മാർ ലോകത്തിന്റെ ശത്രുക്കളാണ്, അവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം. ഇസ്രായേൽ എന്നൊരു രാജ്യം അറബികളുടെ വിശുദ്ധ ദേശത്ത് ജൂതന്മാർക്ക് ഒരു രാജ്യം പറ്റുകയില്ല, അതുകൊണ്ട് ജൂതന്മാരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം. അപ്പം ഒരു തികച്ചും തീവ്രവാദപരമായ ഒരു ഐഡിയയുമായി ഈ ഇറാൻ മത റജീം മുൻപോട്ട് വരികയാണ്. ഈ പറയുന്ന ജെറുസലേമും വെസ്റ്റ് ബാങ്കും മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാകുന്നതിന് എത്രയോ മുൻപ് അത് ജൂതന്മാർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്, അത് ക്രിസ്ത്യാനികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. അത് കഴിഞ്ഞാണ് മുസ്ലിങ്ങൾക്ക് അത് പ്രിയപ്പെട്ട സ്ഥലമാകുന്നത്. കാരണം അബ്രാഹാം ഈ പ്രദേശത്തേക്ക് വിളിച്ചു കൊണ്ടുവരപ്പെടുന്നത് കാനാൻ ദേശം അദ്ദേഹത്തിന് ദൈവം പ്രോമിസ് ചെയ്തുവെന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നത് ഏകദേശം BC 2000 ഇവിടെ മുഹമ്മദ് നബിയുടെ മതം തുടങ്ങുന്നത് AD 571 മുഹമ്മദ് നബി ജനിച്ചിട്ടുള്ളൂ. അതിനുശേഷം 10-30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുഹമ്മദ് നബിയുടെ മതം ഇവിടെ പ്രോമിനന്റ് ആയി വരുന്നത്. അപ്പൊ അതിനുശേഷം മാത്രമാണ് ഇത് മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലമായി മാറുന്നത്. അതിനെ കഴിഞ്ഞ് 2500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് ജൂതന്മാർക്കും പിന്നീട് ക്രിസ്ത്യാനികൾക്കും വളരെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇവര് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ജൂതന്മാർക്കെതിരെ സമരം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ മുൻപിൽ വന്നവർ 1981 തന്നെ ഇറാഖുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അപ്പൊ ഇറാഖുമായിട്ട് 8 വർഷം നീണ്ടു നിന്ന യുദ്ധം, ആ യുദ്ധം ഇറാന് രണ്ട് രാജ്യത്തിനും കാര്യമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ രാജ്യങ്ങൾ യുദ്ധം കൊണ്ട് വളരാറില്ല, ഇസ്രായേൽ മാത്രമാണ് യുദ്ധം കൊണ്ട് വളരുന്നത്. ബാക്കി ഒരു രാജ്യവും യുദ്ധം കൊണ്ട് വളരാറില്ല, തകർന്നു പോകാറേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന് ആ യുദ്ധം കൊണ്ട് തകർച്ച സംഭവിച്ചു. എങ്കിലും അവര് കാര്യങ്ങൾ മതിയാക്കിയില്ല. അവര് ഹെസ്ബുള്ളയെ വളർത്തി ലബനോണില്, സിറിയയില്, അവര് ഹൂത്തികളെ വളർത്തി, പിന്നെ യമനില് ഹൂത്തികളെ കൊണ്ട് സൗദി അറേബ്യയ്ക്കിട്ട് അടുപ്പിച്ചു. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ ശത്രുവായി മാറി. പിന്നെ അമേരിക്കയെ എതിർക്കാൻ വേണ്ടി റെഡ് സീയിലൂടെ വരുന്ന വെസ്റ്റേൺ നേഷൻസിന്റെ കപ്പലുകളെ ആക്രമിപ്പിച്ചു. അങ്ങനെ മുഴുവൻ വെസ്റ്റേൺ നേഷനുകളുടെയും ശത്രുവായി. ഇവിടെ ഇസ്രായേലിനുള്ളിൽ ഹമാസിനെ തീറ്റിപ്പറ്റി വളർത്തിക്കൊണ്ടുവന്നു. ഇനി ഇസ്രായേലിനെതിരെ നിൽക്കാൻ തയ്യാറുള്ള ഏത് ഗ്രൂപ്പ്, സുന്നി ഗ്രൂപ്പുകളാണെങ്കിൽ പോലും, ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിൽ പോലും, അവയ്ക്കൊക്കെ ആയുധവും അർത്ഥവും നൽകുവാൻ, പണവും നൽകുവാൻ ഇറാൻ തയ്യാറായി.
അങ്ങനെ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഇസ്രായേൽ മുഴുവൻ ജൂതന്മാരെയും കൊന്നൊടുക്കി ആ പ്രദേശം മുഴുവൻ അറബികൾക്ക് കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഉട്ടോപ്പിനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സ്വപ്നവുമായി മുന്നോട്ട് വന്ന അറബ് രജീം അവരുടെ രാജ്യത്ത് ഉണ്ടായ സമ്പത്ത് മുഴുവൻ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുകയും അവരുടെ രാജ്യത്തെ പൗരന്മാരെ പട്ടിണിക്കിടുകയും ചെയ്തു. ഈ പറയുന്ന അറബ് ഈ മദർ രജീം അധികാരത്തിൽ വരുന്ന സമയത്ത് ലോകത്തിലെ സാമ്പത്തിക ശ്രേണികളിൽ ഏകദേശം 17ാമത്തെ നിലയിൽ നിന്നിരുന്ന ഇറാൻ ഇപ്പം 80, 90 സ്റ്റേജ് സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് ഈ റജീമിന്റെ മിടുക്ക് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ബാക്കി ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും എത്തിയ ഒരു പുരോഗതി ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു 1990-ക്ക് ശേഷം ഇവിടെ ഉണ്ടായ സാമ്പത്തിക വളർച്ച എന്താണെന്ന് നമുക്കറിയാം. ഇതുപോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് അപൂർവം ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാനും മാത്രമാണ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണുപോയത്. ആഫ്രിക്കൻ നേഷൻസ് തമ്മിൽ തെല്ലുന്ന ആളുകളുള്ള ആന്തരിക കലാപങ്ങളുള്ള ആഭ്യന്തര കലാപങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ തകർന്നു വീണതുപോലെ ഇറാനും സാമ്പത്തികമായ വലിയ തകർച്ചയിലേക്ക് വീണുപോയത് അവര് ഈ പുറമേയുള്ള മിലീഷ്യകൾക്ക് അവരുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് ലോകത്തിന് മുഴുവൻ ശത്രുവായി തീർന്നത് കൊണ്ടാണ്. അങ്ങനെ സാമ്പത്തിക ഉപരോധം നേരിടേണ്ടി വന്നു. എല്ലാവരും വളരെ പുച്ഛത്തോടെ രാജ്യത്തെ നോക്കാൻ തുടങ്ങി. മതഭ്രാന്ത് പുലമ്പുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അറബ് രാജ്യങ്ങൾ പോലും ആ നിലയ്ക്ക് ഇവരെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അവര് ഈ പാലസ്തീൻ സ്വപ്നം ഈ ഹമാസിൽ കുത്തിവെക്കുകയും അങ്ങനെ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ സമയം സമാഗതമായിരിക്കുന്നു, ഇപ്പോഴാണ് ആക്രമിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് ഒക്ടോബർ 7, 2023 ഹമാസിനെ ഉന്തിത്തള്ളി ഇസ്രായേലിലേക്ക് കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിൽ കടന്നു കയറി അന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ നാട്ടിലടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ വലിയ ജിഹ്വാകൾ നമ്മൾ കണ്ടു. ഇസ്രായേലിന് വലിയ പരിക്കേൽപ്പിച്ചു. പാലസ്തീൻ എന്താണെന്ന് അല്ലെങ്കിൽ പാലസ്തീൻ മൂവ്മെന്റ് എന്താണെന്ന് ഇസ്രായേൽ രുചിച്ചറിഞ്ഞു. നാളെ ഇസ്രായേൽ പാലസ്തീനിൽ നിന്ന് പിൻവാങ്ങി മുഴുവൻ പാലസ്തീനും ഫ്രീ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇപ്പൊ ഈ താഴേക്ക് വന്ന് തെറി വിളിക്കുന്ന ഇറാനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് ജിഹ്വ മുഴക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം ഇത്തരം ആളുകൾ ഇവിടെ ഇസ്രായേൽ ഇതോടെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആഞ്ഞു കയറി തുള്ളിച്ചാടി ആഹ്ലാദിച്ചു. ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങി. ആ 12 മണിക്കൂറിന് ശേഷമുള്ള തിരിച്ചടി ഇപ്പോൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഗാസ റീജിയണിൽ ഏകദേശം 58,000 ആളുകൾ മരിച്ചതായി ഒഫീഷ്യൽ അറിയിപ്പ് വരുന്നു. ഹമാസ് ചുരുങ്ങി ഗാസയുടെ ഏകദേശം ഒരു 10% റീജിയണിലേക്ക് എത്തിയിരിക്കുന്നു. ബാക്കിയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുന്നു. അപ്പൊ നേരത്തെ പാലസ്തീന എന്നൊരു ചിന്ത മുഴച്ചു നിന്നിരുന്ന സ്ഥലത്ത് നിന്നാണ്, ഒരുപക്ഷെ പ്രാവർത്തികമായേക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് സൗദി അറേബ്യ അറബ് അക്കോർഡിൽ ഒപ്പിടണമെങ്കിൽ പാലസ്തീന എന്ന രാജ്യം അംഗീകരിക്കണമെന്ന് ഡിമാൻഡ് വെച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ്, ഒരുപക്ഷെ ട്രംപിനെ ഇസ്രായേലിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അത് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഭീകരാക്രമണത്തിന്റെ വരവും അതിനുശേഷമുള്ള പിൻപോട്ടവും. ഇന്ന് സൗദി അറേബ്യക്ക് ഇസ്രായേലിനോട് പാലസ്തീന എന്നൊരു രാജ്യം വേണമെന്ന് ചോദിക്കാനാവില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇസ്രായേൽ ചോദിക്കും, പാലസ്തീൻ എന്നൊരു രാജ്യം അനുവദിച്ചാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷത്തിന് ഭീഷണിയായാൽ സൗദി അറേബ്യക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? ഒരു സൗദി അറേബ്യ ഉറപ്പ് നൽകില്ല. കാരണം ഇറാൻ നാളെ ഇതുപോലെ തന്നെ പാലസ്തീനെ മൂപ്പിച്ചു കൊണ്ടുവന്ന് ഈ ഇസ്രായേലിന് വേലിക്കകത്തുക. അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും ഇനി പാലസ്തീന എന്നൊരു ഡിമാൻഡ് ഇസ്രായേലിന്റെ മുൻപിൽ വെക്കാൻ പോകുന്നില്ല. ഇനി വെക്കാൻ ആയിട്ട് ശേഷിയുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം മുമ്പുണ്ട്. ഇറാനെ കൊണ്ട് സാധിക്കുമോ? 12 ദിവസത്തെ അടികൊണ്ട് തകർന്നു കിടക്കുന്ന ഇറാന് ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് പാലസ്തീനെ കുറിച്ച് സംസാരിക്കാൻ കഴിയും? ഇന്ന് ഇറാൻ പാലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇന്ന് ഇറാന്റെ ഒരു പ്രഖ്യാപനത്തിലും പാലസ്തീൻ ഇല്ല. ഇന്ന് ഇറാന്റെ പ്രഖ്യാപനത്തിൽ ഞങ്ങളെ അടിച്ചവരെ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടണോ ഇല്ലയോ, ഞങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കുകയോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. അവരെ സംബന്ധിച്ച് പാലസ്തീന എന്നൊരു വാക്ക് അവർ ഉച്ചരിച്ചിട്ട് കാലം മറന്നിരിക്കുന്നു. കാരണം അവരുടെ ബുദ്ധിയിൽ നിന്ന് ആ സാധനം മാഞ്ഞുപോയി. ഇപ്പൊ സ്വയം എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഈ പാലസ്തീന എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ അറബികൾക്ക്, ആ പാലസ്തീന പ്രദേശത്ത് ജീവിച്ചിരുന്ന അറബികൾക്ക് പാലസ്തീന രാജ്യം എന്ന ഒരു ഐഡിയ നുള്ളിക്കളഞ്ഞത് ഇറാനാണ്. ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കല്ല, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ പ്രസ് ചെയ്ത് അവിടെ ഒരു പാലസ്തീന രാജ്യം രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് 2005 ഇസ്രായേൽ ഗാസ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയത്. അവിടെ അറബികൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം കൊടുത്തുകൊണ്ടുള്ള ഭരണം കൊണ്ടുവന്നത്. ഇസ്രായേൽ പട്ടാളം അവിടുന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത് അത് പാലസ്തീന ഫോർമേഷന്റെ ഒരു ആദ്യ ഭാഗമായിട്ട് നിശ്ചയമായിട്ട് നമുക്ക് പരിഗണിക്കാമായിരുന്നു. ഇപ്പോൾ ആ ഇറങ്ങിപ്പോന്ന ഇസ്രായേൽക്കാര് പൂർണ്ണമായും അവിടെ കയറിയെന്ന് മാത്രമല്ല അത് പിടിച്ചടക്കി അവരുടെ കീഴിലാക്കി കഴിഞ്ഞു. ഇനി ഗാസയിൽ ഒരു അറബികളുടെ ഒരു ഭരണമോ ഒരു സ്വാധീനമോ ഒരു കാരണവശാലും ഉണ്ടാവുന്ന പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് പാലസ്തീന എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഇത് നിലനിൽക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇന്നൊരു ടു നേഷൻ തിയറിയെ കുറിച്ച് സംസാരിക്കാൻ പോലും ആളുകൾ ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു കാര്യം ആരും പറയുന്നില്ല.
വെടിനിർത്തണം എന്ന് പറയുന്നതല്ലാതെ ഒരു ടു നേഷൻ തിയറി എന്നുള്ള സൊല്യൂഷൻ പോലും ഇന്ന് അന്താരാഷ്ട്ര മേഖലകളിൽ കേൾക്കുന്നില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ രാജ്യം അവര് നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും സ്വയം അടി വാങ്ങി കെട്ടി നശിക്കുകയും കൂടെ പാലസ്തീന പ്രദേശത്തെ മനുഷ്യരുടെ നിതാന്ത സ്വപ്നമായിരുന്ന പാലസ്തീന എന്നുള്ള ഒരു ചിന്ത, ഒരു രാജ്യം എന്നുള്ള ചിന്ത പരിപൂർണമായും നുള്ളി നശിപ്പിക്കുകയും ചെയ്തു.